നമസ്കാരം, ഞാൻ ആറ്റേൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം. ഇപ്പോൾ 2025 ആഗസ്റ്റ് 17 പുതുവർഷം, അതായത് നമ്മളുടെ കൊല്ലവർഷം തുടങ്ങുന്നത്. 2026 ആഗസ്റ്റ് 17 വരെ. അപ്പോൾ ഇതിലൊരു പ്രത്യേകത, ഈ കാലയളവിൽ വിവാഹാദി കാര്യങ്ങളിൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും തടസ്സം മാറുന്ന 3 രാശിക്കാർ, അത് 9 നക്ഷത്രം വരും. അത് അതെല്ലാം നോക്കാം. അപ്പോൾ കമൻസ് വന്നായിരുന്നു, വിവാഹം നടക്കുന്നില്ല, മോൻ്റെ അല്ലെങ്കിൽ മോളുടെ വിവാഹം നടക്കുന്നില്ല, തടസ്സമാണ്. അപ്പോൾ ഈ 9 നക്ഷത്രക്കാർക്ക് ഈ കാലയളവ് വളരെ അനുകൂലമാണ്. അത് വ്യാഴ മാറ്റത്തിനെ വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പം വ്യാഴം നിൽക്കുന്നത് മിഥുനത്തിലാണ്. ചെറിയ ബലക്കുറവുണ്ടെങ്കിലും വ്യാഴം നോക്കെന്ന് പറയും. അപ്പോൾ 3 രാശിക്കാണ് വ്യാഴനോക്ക് സംഭവിക്കുന്നത്. വ്യാഴനോക്കെന്ന് ഉദ്ദേശിക്കുന്നത്, തമിഴാണ് ആ വാക്ക് വ്യാഴനോക്ക്, മലയാളത്തിൽ പറയുന്നത് വ്യാഴദൃഷ്ടി. ഇപ്പോൾ വ്യാഴൻ്റെ ദൃഷ്ടി വരുന്ന 3 രാശിയിൽ ആദ്യ രാശി എന്ന് പറയുന്നത് തുലാരാശിയാണ്. ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. അപ്പോൾ മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴം 5ാം ഭാവം ദൃഷ്ടി ഈ രാശിക്ക് വരെയാണ്. ഇവർക്ക് ഈ വരുന്ന, അതായത് 2026 ജൂൺ മാസം 1-ാം തീയതി വരെ അനുകൂല ഭാവത്താണ്. അത് 9ാം ഭാവം ദൃഷ്ടിയും കൂടെ വരുമ്പോൾ വിവാഹ തടസ്സം മാറുകയാണ്. അപ്പോൾ ചിലർ വിവാഹം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ജോലി, പഠിച്ചു നിൽക്കുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ കാലയളവ്, മിഥുനം എന്ന് പറയുന്നത് ഈ ഇരട്ടപ്പട രാശി എന്ന് പറയും. അപ്പോൾ 2 യോഗം ചേർന്ന് വരികയാണ്, വിവാഹവും ജോലിയും. ചിലവർക്ക് ജോലി കിട്ടിയ ഉടൻ തന്നെ വിവാഹാദി കാര്യങ്ങൾ നടക്കും ഈ രാശിയിൽ. അപ്പം വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. അപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഒരു പരിഹാരം ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും. അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി, ബാലമുരുകനല്ല ഉദ്ദേശിക്കുന്നത്, വള്ളി ദേവസേനാ സമേത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്വയംവരാർച്ചന കൊടുക്കുന്നത് പെട്ടെന്ന് വിവാഹം നടക്കാനുള്ള, അതും ഈ കാലയളവ് നല്ല ആലോചനകൾ വരാനുള്ള അവസരം, ഐക്യതയോടെ വർഷങ്ങളോളം ജീവിക്കാനുള്ള അവസരം കിട്ടുന്നതാണ്. വ്യാഴം നോക്കിയില്ലെങ്കിൽ ഇതെല്ലാം മാറി മറി. ചിലവരൊക്കെ വ്യാഴം നോക്കി ഇല്ലാത്ത സമയം വിവാഹം നടത്തി കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ജാതക പൊരുത്തം പ്രധാനമല്ലേ. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ധനുക്കൂർ. ധനുക്കൂറിനും വ്യാഴം ദൃഷ്ടി വരെയാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാല് സമസപ്തനായിട്ട് നിൽക്കുകയാണ്. അത് 7-ലാണ് ഗുരുവിൻ്റെ സ്ഥിതി. അതും ഇരട്ടപ്പട രാശി എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ. പെട്ടെന്ന് ഇവരിൽ ചിലപ്പം ഒന്ന് മുന്നേ വന്ന് അത് മാറി നിൽക്കാം. അത് നമുക്ക് വിട്ടുപോയെന്ന് നമ്മൾ വിചാരിക്കാം. തിരിച്ച് ആ ഒരു വിവാഹാലോചന വരാനുള്ള യോഗം കാണുന്നു. അത് കൂടുതലും മെഡിക്കൽ പഠനം നടത്തുന്നവർ, അല്ലെങ്കിൽ ബാങ്കിങ് മേഖല, MBA-കാരനോ CA-കാരനോ വരാനുള്ള അവസരം കാണുന്നു. CS വരെ ഇതിൽ വരാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം, കാല് ഇവർക്ക് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ സമയം വിവാഹാദി കാര്യങ്ങൾ തടസ്സമില്ല. വിവാഹം നടക്കാനുള്ള യോഗമാണ്. 2026 ജൂൺ 1 വരെ വ്യാഴസഞ്ചാരം വളരെ അനുകൂലമാണ്. അപ്പോൾ ഇത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി വീണ്ടും 1 വർഷം തടസ്സമാകും. പിന്നെ ജാതകത്തിലും കൂടെ നോക്കണം. വ്യാഴദശ നടക്കുന്ന കുട്ടികളോ ശുക്രദശ നടക്കുന്ന കുട്ടികൾക്കൊക്കെ യോഗമാണ് കാണുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാലയളവ്, അതായത് 2025 കൊല്ലവർഷം പറയുകയാണ്. 2025 ആഗസ്റ്റ് 17 മുതൽ 2026 ജൂൺ 1 വരെ വ്യാഴസഞ്ചാരം വളരെ അനുകൂലമാണ് കാണുന്നത് വിവാഹാദി കാര്യങ്ങൾ. ഇപ്പോൾ ജോലി കാര്യങ്ങളും പറയാം. ഇപ്പോൾ മെഡിക്കൽ പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് പെട്ടെന്നുള്ള ജോലി സാധ്യത, മെഡിക്കൽ പഠനം നടത്തുന്നവരാണെങ്കിൽ ഉപരിപഠനം നടത്താനുള്ള അവസരവും കാണുന്നു. ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരവും കാണുന്നു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കുംഭക്കൂർ. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രം അവിട്ടാര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഇവർക്കും വ്യാഴനോക്ക് സംഭവിക്കുകയാണ്. ഇപ്പോൾ വ്യാഴനോക്ക് കൊണ്ട് ഉദ്ദേശം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള വിവാഹം. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഒരാലോചന വരുന്നത്. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും. അപ്പോൾ നമുക്കിപ്പോഴും നമ്മൾ നടത്താൻ നിശ്ചയിക്കില്ല എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും നല്ല ഒരു ആലോചന വന്ന് വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നത്. പഠന വിഷയത്തിൽ ഈ കാലയളവ് 11ാം ഭാവം ഗുരുദൃഷ്ടി വരികയാൽ രാശിക്കും വരുന്നുണ്ട്, 11ാം ഭാവത്തിനും വരുന്നുണ്ട്. ഉപരിപഠനം നടത്താനോ, അത് മെഡിക്കൽ പഠനം പറയാം, അഡ്വക്കേറ്റിൻ്റെ ഇത് ഉന്നത പഠനം വരാനുള്ള അവസരം കാണുന്നു. എന്തുകൊണ്ടും ഈ വരുന്ന
2025 ആഗസ്റ്റ് 17 മുതൽ 2026 ജൂൺ 1 വരെ വളരെ അനുകൂലമാണ് കാണുന്നത്. വിവാഹാദി കാര്യങ്ങൾ, ജോലി സാധ്യത. ശുഭമസ്തു.